ദുർഭാഗ്യങ്ങള്, കഷ്ടപ്പാടുകള്, ദുഃഖങ്ങള് എന്ന വാക്കുകള് ഇന്ന് പലരുടെയും ഹൃദയത്തില് ഭയമുണർത്തുന്നു. ക്രിസ്ത്യൻ ജീവിതം മുഴുവൻ ആശ്വാസവും അനുഗ്രഹങ്ങളും വിജയവും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതവുമാണെന്ന് ചിലർ കരുതുന്നു. ചിലർ അതേ രീതിയിലാണ് പ്രസംഗിക്കുന്നതും. എന്നാൽ ദൈവവചനം വ്യക്തമായി പറയുന്നു, നാം അനേകം കഷ്ടപ്പാടുകൾ വഴിയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. ദൈനംദിന ധ്യാന ഈ കഷ്ടപ്പാടുകൾ കൊണ്ട് ആരും അലയരുത്, കാരണം നാം ഇതിന് നിയോഗിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. 1 തെസ്സലോനിക്കർ 3:3. കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ദുർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ എന്ന വാക്കുകൾ ഇന്ന് പലരുടെയും ഹൃദയത്തിൽ ഭയമുണർത്തുന്നു. ക്രിസ്ത്യൻ ജീവിതം മുഴുവൻ ആശ്വാസവും അനുഗ്രഹങ്ങളും വിജയവും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതവുമാണെന്ന് ചിലർ കരുതുന്നു. ചിലർ അതേ രീതിയിലാണ് പ്രസംഗിക്കുന്നതും. എന്നാൽ ദൈവവചനം വ്യക്തമായി പറയുന്നു, നാം അനേകം കഷ്ടപ്പാടുകൾ വഴിയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. ദൈവം അപ്പോസ്തലൻ പൗലോസിനെ കണ്ടുമുട്ടിയപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ദൈവം അനന്യാസിനോട് വെളിപ്പെടുത്തി. അപ്പൊ ദൈവം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം പറഞ്ഞു, എന്റെ നാമത്തിനായി അവൻ എത്ര വലിയ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിക്കും. കൂടാതെ തന്റെ കത്തുകളിൽ പല സ്ഥലങ്ങളിലും പൗലോസ് നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നു. ദൈവം നമ്മെ അപ്പോസ്തലന്മാരെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി അവസാനം വെച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഞങ്ങൾ ലോകത്തെയും ദൂതന്മാരെയും മനുഷ്യരെയും സംബന്ധിച്ചും ഒരു കാഴ്ച വസ്തുവായി മാറ്റപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ മൂഢന്മാരാണ്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികളാണ്. ഞങ്ങൾ ദുർബലരാണ്, എന്നാൽ നിങ്ങൾ ശക്തരാണ്. നിങ്ങൾക്ക് ബഹുമാനമുണ്ട്, എന്നാൽ ഞങ്ങൾ അപമാനിതരാണ്. ഇപ്പോൾ വരെ ഞങ്ങൾ വിശപ്പും ദാഹവും അനുഭവിക്കുന്നു. ഞങ്ങൾക്ക് ശരിയായ വസ്ത്രമില്ല. ഞങ്ങൾ അടിയേറ്റവരും വീടില്ലാത്തവരുമാണ്. ഞങ്ങൾ ഞങ്ങളുടെ കൈകളാൽ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നു. അവമാനിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ സഹിക്കുന്നു. അപവാദം പറയപ്പെടുമ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ മലിനതായും എല്ലായ്പ്പോഴും എല്ലാറ്റിന്റെയും തള്ളി പറയപ്പെടുന്നവരായി ഞങ്ങൾ മാറിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 4:9-13. ദൈവത്തിനായി ജീവിക്കുന്ന ജീവിതം പരീക്ഷകളില്ലാത്ത ജീവിതമല്ല. പകരം ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നാലും ആ കഷ്ടപ്പാടുകളിലൂടെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി മഹത്വത്തിലേക്ക് നയിക്കപ്പെടുന്നത്. കഷ്ടപ്പാട് അല്ലെങ്കിൽ ദുഃഖം മുഴുവൻ ക്രിസ്ത്യാനി ജീവിതം അല്ല, പക്ഷേ അത് ക്രിസ്ത്യാനി ജീവിതത്തിന്റെ ഭാഗമാണ്. ദൈവരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനുള്ള അത്യാവശ്യമായ ഒരു വഴി ഇതാണ്. അതിനാൽ ദൈവവചനം പറയുന്നു, നമുക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും പോരായ്മകൾക്കും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ എല്ലാത്തിനിടയിലും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് സഹിക്കാനാവുന്നതിലധികം ദൈവം നിങ്ങളെ പരീക്ഷിക്കാനോ അനുവദിക്കില്ല. പരീക്ഷയോടൊപ്പം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ദൈവം ഒരുക്കും. അതിനാൽ നിങ്ങൾ അതിനെ സഹിക്കാനാകും. നിങ്ങൾ ഇന്ന് വിശ്വാസത്തോടെ നേരിടുന്ന പരീക്ഷകൾ സഹിച്ചു കടന്നു പോകുമ്പോൾ നാളെ അതേ സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. അപ്പോൾ ദാവീദിനെ പോലെ നിങ്ങൾ പറയും, ഞാൻ കഷ്ടപ്പെട്ടു എന്നത് എനിക്ക് നല്ലതായിരുന്നു, അതുവഴി ഞാൻ നിന്റെ ചട്ടങ്ങൾ പഠിച്ചു. അതെ, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡനങ്ങൾ അനുഭവിക്കും. 2 തിമോത്തിയോസ് 3:12. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ.